ചായ. വാവ്, നല്ല രുചിയുള്ള ചായ. വെരി നൈസ്. അവിടെ വെക്ക്, അവിടെ വെക്ക്. അത് എന്റെ ചായയാണ്. നിന്നോട് ആരാ എടുക്കാൻ പറഞ്ഞത്? നല്ല ടേസ്റ്റ് ഉണ്ട് ഏതായാലും. ആ, നിൽക്കൊന്നും വേണ്ട. അയ്യേ, നീ കുടിച്ച ബാക്കി ഞാൻ കുടിക്കാനോ? അത് മുഴുവനും കുടിച്ചോ. ശരിക്കും ഇത് മുഴുവനും ഞാൻ കുടിക്കണോ? ആ, കഴിച്ച്. വാവ്, രുചികരമായ ചായ കുടിക്കാനുള്ള ഭാഗ്യം എനിക്ക് മാത്രമുള്ളൂ. അതെ, ചോദിക്കും പറയുന്നത് വേണ്ടല്ലോ. ഒരാൾ കുടിക്കുന്ന ചായ ഇങ്ങനെ എടുത്ത് കുടിച്ചാൽ മതിയല്ലോ. ഞാൻ ചോദിച്ചല്ലോ, ഞാൻ കുടിച്ചോട്ടേന്ന്. എന്നാ ചോദിച്ചത്? നീ ഇന്നലെ ഞങ്ങൾക്ക് ചോക്കോബാറൊന്നും തന്നില്ലല്ലോ. പിന്നെന്തിനാ ഞങ്ങളെ ചായയൊക്കെ എടുത്ത് കുടിക്കണേ? ചോക്കോബാർ ആകെ 2 കിട്ടിയുള്ളൂ. അതുണ്ടല്ലേ തരാഞ്ഞത്. 2 കിട്ടിയാലെന്താ? അതിൽ നിന്ന് ഞങ്ങൾക്ക് ഷെയർ ആക്കി കൂടെ? അത് പിന്നെ ഞങ്ങൾക്ക് ചോക്കോബാർ നല്ല ഇഷ്ടമാണ്, അതുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഒന്നും ഞങ്ങൾക്ക് തരൂലല്ലോ. പിന്നെ എന്തിനാ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം നീ എടുത്ത് കുടിക്കണേ? ഇനി എൻ്റെ പിസയിൽ തൊട്ട് പോകരുത്. ചേച്ചി ചോദിക്കണ്ട, തരൂല. എന്നാലും ഒന്ന് തരുമോ? നിനക്ക് 1 പോലും ഞാൻ തരൂല. ഞാൻ ഇനി വാങ്ങുമ്പോൾ സത്യമായിട്ടും തരാം. വേണ്ട, അത് നീ തന്നെ തിന്നോ. നീ ചിരിക്കുന്നു വേണ്ട. നീ ഞങ്ങൾക്കൊന്നും തന്നില്ലല്ലോ. നിനക്കെങ്കിലും പറഞ്ഞൂടെ ഞങ്ങൾക്ക് തരാൻ? എടീ ദുഷ്ടി, നീ ആള് ഭയങ്കര കേട്ടോ. നിന്നെ വിശ്വസിക്കാനൊന്നും കൊള്ളൂല കേട്ടോ. അയ്യോ, എന്തൊരു നോണയാണ്. നോക്കി കഴിഞ്ഞ് നിനക്കൊന്നും ഞാൻ തരൂല. നീ ആള് ശരിയില്ല കേട്ടോ. ചേച്ചിക്ക് വട്ടായെന്നാ തോന്നുന്നേ. പിന്നെ വലിയ പഠിപ്പിച്ച്. എന്നാലേ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് അതിന്റെ ഉത്തരം അറിയാൻ നോക്കാം. ആ, ചോദിക്ക്. ഞങ്ങൾക്കറിയാതെ പിന്നെ ചോദിക്കട്ടെ. ഒന്ന് ചോദിക്കൂ. ഇന്നെ കാട് വെട്ടി പാറ കണ്ടു, പാറ വെട്ടി വെള്ളി കണ്ടു, വെള്ളി വെട്ടി വെള്ളം കണ്ടു. ഉത്തരം എന്താണ്? അതെങ്ങനെയാ കാട് വെട്ടിയിട്ട് പാറ കാണാ? അതൊക്കെ കണ്ടു. ഉത്തരം പറ. ഇതിനിപ്പോ എന്തുത്തരം കിട്ടാ? കിണറാണോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന്. നിങ്ങൾ വെറും മണ്ടന്മാരാണ്. നിനക്ക് വേറൊരു പണിയില്ലേ? ഉത്തരം അറിയാതിരിക്കുമ്പോ ഉരുളൊന്നും വേണ്ട. തേങ്ങ തന്നെ. ഞാൻ പറയാതിരുന്നതാ. ഷോ, അതായിരുന്നു. ഇപ്രാവശ്യം ഫുൾ മാർക്ക് എടുത്താ എനിക്ക് നല്ല സമ്മാനം കിട്ടുമെന്ന് ഞാൻ എന്തായാലും എനിക്ക് ഓർക്കാൻ വയ്യ. എന്ത് രസമായിരിക്കുമല്ലേ. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. ഞാനേ അടുക്കളയ്ക്ക് പോട്ടെട്ടോ. അതിൽ കുറച്ച് പിസ്സ ഉണ്ട്, വേണമെങ്കിൽ തിന്നോ. അയ്യോ, ഇവക്ക് എന്ത് പറ്റി? എന്താ എന്റെ മക്കൾക്ക് പറ്റിയത്? അവക്കൊന്നും പറ്റിയിട്ടൊന്നും ഇല്ല അമ്മേ. ഓള് രാവിലെ തുടങ്ങിയിരിക്കണു ഒരേ പാട്ട് തന്നെ പാടിയിട്ട് ഇനിയിപ്പോ പരീക്ഷയുടെ മൊത്തം എല്ലാ ക്വസ്റ്റ്യനും ഒരേ പാട്ട് എഴുതി വെക്കുന്ന എനിക്ക് തോന്നണത്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നണത്. രാവിലെ തുടങ്ങിയതാ, പാടി വട്ടായോ എന്നൊരു സംശയം. പാറു, എന്താ നീ അവിടെ കയറിയിരിക്കുന്നേ? അവിടുന്ന് വീണാലോ? നീ വേഗം താഴേക്ക് ഇറങ്ങി വാ, അവിടുന്ന് വീഴും. നീ രാവിലെ തുടങ്ങിയതിൽ ഈ പാട്ട് പാടാനൊന്നും നിർത്തിക്കൂടെ? മക്കളൊന്ന് താഴെ ഇറങ്ങേ. ആ മരത്തിലുള്ള പക്ഷികളെയും കൂടി കൊല്ലാതെ ഒന്ന് താഴെ ഇറങ്ങി വാ. അയ്യോ മക്കളെ, പതിയെ.
കയറിയത്? തുടങ്ങി തുടങ്ങി. ഇനി ഞങ്ങൾ തന്നെ പോയി അവളെ സഹായിക്കണം. എനിക്കറിയായിരുന്നു ആദ്യം തന്നെ. അയ്യോ വീഴല്ലേ മക്കളെ, ഞാൻ വരുന്നുണ്ട്. ഈ പെണ്ണിന് വേറെ ഒരു പണിയില്ല. അയ്യോ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും പെണ്ണിന്റെ നാവിനൊരു കുറവുമില്ല. ഞാൻ പിടിക്കാം. മെല്ലെ മെല്ലെ കയ്യിലേക്ക് എടുത്ത് ചാടേ. ഞാനും പിടിക്കാം. എന്താണ് ഒരു മരത്തുനിന്ന് ഇറങ്ങാൻ ഇത്രയും പാടോ? അതിന് നീ താഴേക്ക് എത്തിയിട്ട് വേണ്ടേ? മാളു കുട്ടി അവിടെ പെട്ടിരിക്കുമ്പോഴാണ് നിന്റെ ഒരു തമാശ. ഞാൻ അങ്ങോട്ട് പോയിക്കേ. ഞാനൊന്നും മിണ്ടണില്ല. ചാടേ. അമ്മേ പാറ താഴെ എത്തി. നിങ്ങൾ ഇനിയും മേലക്കന്നെ നോക്കി നിൽക്കുന്നെന്താ? എന്തൊക്കെയായിരുന്നു? പൂച്ച, തത്ത. ശരിയാ ഇപ്പൊ പൂച്ചയും പോയി തത്തയും പോയി. ഒരാൾ വീണ എടുക്കുമ്പോ ഇവിടെ ചിരിക്കാൻ വേണ്ടത്. പോയി വെള്ളം എടുത്തോണ്ട് വാ. ശരിയമ്മേ.